എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സ്ത്രീകളിൽ ആർത്തവ സമയത്തുണ്ടാകുന്ന ഈ ആരോഗ്യാവസ്ഥ ഇതൊരിക്കലും നിങ്ങൾ നിസ്സാരമാകരുത്. ഇതേക്കുറിച്ചാണ് ഈ വീഡിയോ ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആർത്തവം എന്നത് സ്ത്രീകളുടെ പ്രത്യുൽപാദന സംവിധാനത്തിൽ വളരെയധികം മാറ്റങ്ങൾ വരുത്തുന്നതാണ്. ഇത് നിങ്ങളിൽ പല വിധത്തിലുള്ള പ്രയാസങ്ങൾ നൽകുന്നെങ്കിൽ പോലും ചില അവസ്ഥകളിൽ ആർത്തവ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആർത്തവ പ്രശ്നങ്ങൾ ശരീരത്തിലെ പ്രത്യുൽപാദന അവസ്ഥക്ക് വളരെയധികം ദോഷം നൽകുന്നതാണ്. ഇതിന്റെ ഫലമായി ഉണ്ടാവുന്ന അണുബാധകളും നിങ്ങളുടെ ആരോഗ്യത്തെ തന്നെ നശിപ്പിക്കുന്നു. അണുബാധ എപ്പോഴും തുടക്കത്തിൽ തന്നെ തിരിച്ചറിയാൻ ശ്രദ്ധിക്കണം എന്നതാണ് പ്രധാന കാര്യം. അല്ലാത്ത പക്ഷം ഇത് നിങ്ങളിൽ കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അണുബാധ വഷളാകുന്നതിന് മുൻപ് എളുപ്പത്തിൽ ചികിത്സ എടുക്കണം എന്നതാണ് സത്യം. ഇതിന്റെ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നാം ആരംഭിക്കണം. ആർത്തവ പ്രശ്നങ്ങൾ പ്രത്യുൽപാദന ശേഷിയെ ബാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഓരോ സമയവും നാം ശ്രദ്ധിക്കുക. ആർത്തവ സമയത്ത് അണുബാധയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് ആർത്തവ സമയത്ത് ഉണ്ടാകുന്ന അണുബാധ എന്നതുകൂടി നോക്കാം. അതെ, ആർത്തവ സമയത്ത് സ്ത്രീകളിൽ സ്വകാര്യ ഭാഗത്തും മുൾവയലിലും പ്രകോപനവും ചുവപ്പും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അല്പം ശ്രദ്ധിക്കണം. ഇത് പലരിലും മൂത്രമൊഴിക്കുമ്പോഴും അതുകൂടാതെ ലൈംഗിക ബന്ധത്തിന്റെ സമയത്തും നിങ്ങളിൽ അതികഠിനമായ വേദന അനുഭവപ്പെടുന്നു. ചുണങ്ങ് പോലെ കാണപ്പെടുന്നു. സ്വകാര്യ ഭാഗത്ത് നിന്ന് പുറത്തേക്ക് വരുന്ന ഡിസ്ചാർജിൽ മാറ്റങ്ങളും വ്യത്യാസവും ദുർഗന്ധവും കാണുന്നു. രോഗലക്ഷണങ്ങൾ വളരെയധികം പ്രശ്നമുണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങളെ എത്തിക്കുന്നു. അതുകൊണ്ട് രോഗത്തെ തിരിച്ചറിഞ്ഞ് അതിനു വേണ്ട പരിഹാരം കാണുന്നതിന് ശ്രദ്ധിക്കേണ്ടതാണ്. എന്തൊക്കെയാണ് സ്ത്രീകളിൽ ആർത്തവ സമയത്തുണ്ടാകുന്ന അണുബാധകൾ കൂടി നോക്കാം. ഈസ്റ്റ് അണുബാധ. കാൻഡിഡ എന്ന ഫംഗസ് മൂലമുണ്ടാകുന്ന ഒരു ഫംഗസ് അണുബാധയാണ് യോനി കാൻഡിഡൈസിസ് എന്നും അറിയപ്പെടുന്ന ഈസ്റ്റ് അണുബാധ. ഇത് നിങ്ങളുടെ ആർത്തവ ആരോഗ്യത്തെയും പ്രത്യുൽപാദന ആരോഗ്യത്തെയും വളരെ പ്രതികൂലമായി ബാധിക്കും. സാധാരണ സ്ത്രീ സ്വകാര്യ ഭാഗത്ത് കാണപ്പെടുന്ന ഈസ്റ്റിന്റെയും ബാക്ടീരിയയുടെയും അളവ് സന്തുലിതമാവുമ്പോഴാണ് ഇത്തരം അണുബാധകൾ ഉണ്ടാകുന്നത്. ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് അതികഠിനമായ ചൊറിച്ചിലും അണുബാധയും ഡിസ്ചാർജും എല്ലാം ഉണ്ടാകും. ഇത് നിങ്ങളുടെ സ്വകാര്യ ഭാഗത്ത് കട്ടിയുള്ള വെളുത്ത ഡിസ്ചാർജ് ഉണ്ടാക്കുന്നുണ്ട്. ഇത്തരം അവസ്ഥയിൽ അതിന്റെ സാധ്യത കുറയ്ക്കുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് നമുക്ക് നോക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള അണുബാധയെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിന് വേണ്ടി സാധിക്കുകയില്ല. എന്നാൽ ഇത് നിങ്ങളുടെ അണുബാധയെ കുറയ്ക്കുന്നു. കൂടാതെ തിണർപ്പ്, പ്രകോപനം എന്നിവ പോലെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിനുവേണ്ടി ഈർപ്പമില്ലാത്ത വസ്ത്രം ധരിക്കുന്നതിന് ശ്രദ്ധിക്കുക. അണുബാധ പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് വേണ്ടി നാം ആർത്തവ സമയം പാഡ് ഓരോ മണിക്കൂറിലും മാറ്റുക. കൂടാതെ തൈര് പോലെയുള്ള പ്രൊബയോട്ടിക് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പഞ്ചസാരയും അമിത മസാലയും കഴിക്കുന്നതിൽ നിയന്ത്രണം കൊണ്ടുവരിക. ധാരാളം വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. ഇടയ്ക്കിടെ മൂത്രം ഒഴിക്കുന്നതിലൂടെ നിങ്ങളുടെ മൂത്രനാളിയിൽ നിന്ന് ബാക്ടീരിയകളെ പുറന്തള്ളാൻ സാധിക്കും. ഇതുകൂടാതെ മലമൂത്ര വിസർജനത്തിന് ശേഷം മുന്നിൽ നിന്ന് പിന്നിലേക്ക് തുടക്കുന്നതിന് ശ്രദ്ധിക്കുക. ഇത്തരം അവസ്ഥകൾ വളരെയധികം ശ്രദ്ധ ആവശ്യമാണ്. മാത്രവുമല്ല, അസ്വസ്ഥതകൾ വർദ്ധിക്കുകയാണെങ്കിൽ ഉടനെ ഡോക്ടറെ കാണുക.